Divisional Accountant Officer Important Question Discussion Chapter 8 Part 1. അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കി തുടങ്ങുന്നത്. ഇത്രയും നാൾ നമ്മൾ നോക്കിയത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടുകളായിരുന്നു. ഈ പാർട്ടിൽ നമുക്ക് നോക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ്. പാർട്ട് 1 മാനുഫാക്ചറിങ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി. അതിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1. In a firm which is manufacturing a finished goods from raw material, the cost of production must be compared with the sale to find dash. അപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് ഫേമിനെ പറ്റിയാണ്, മാനുഫാക്ചറിങ് അക്കൗണ്ട്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒരു മാനുഫാക്ചറിങ് ഫേമിനെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ട് അവരുടെ മാനുഫാക്ചറിങ്ങിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം റോ മെറ്റീരിയൽസിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് സെയിൽസ് ടു ഫൈൻഡ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് സെയിൽസ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെയിൽസും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ഫേം വിച്ച് ഈസ് മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം റോ മെറ്റീരിയൽസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് സെയിൽസ് ടു ഫൈൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും സെയിൽസ് കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 എലമെൻറ്റ്സ്. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് അതിനകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. 3 എലമെൻറ്റ്സ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ എലമെൻറ്റ്സ്? ഒന്നെന്ന് പറയുന്നത് മെറ്റീരിയൽ, 2 ലേബർ, 3 ഓവർ ഹെഡ്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഓൾ മെറ്റീരിയൽസ് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് എനി പ്രോഡക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ റിസോഴ്സസിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലേബർ. ലേബർ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. വിച്ച് യൂസസ് ദ മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഈസ് പെയ്ഡ് വേജസ് ഓഫ് സാലറി. അപ്പം നമ്മുടെ ഈ റോ മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സും ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സസിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. നമ്മൾ ലേബറിന് എന്ത് കൊടുക്കാറുണ്ട്? വേജസ് അല്ലെങ്കിൽ സാലറി കൊടുക്കാറുണ്ട്. 3 എന്താണ്? ഓവർ ഹെഡ്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? അതർ എക്സ്പെൻസസ് ഇൻകേർഡ്. എന്താണ്? ഫ്രൈറ്റ്, പിന്നെ ഡിപ്രീസിയേഷൻ, അങ്ങനെ ഇൻഷുറൻസ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ഹെഡ്. നമുക്ക് ഇത് രണ്ടിലും പെടാത്ത എക്സ്പെൻസസുകൾ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഏത് ഹെഡിൽ കൊണ്ടുപോകും? ഓവർ ഹെഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതർ എക്സ്പെൻസസ് എന്താ? റിലേറ്റഡ് ടു മാനുഫാക്ചറിങ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം എന്താണ്? മാനുഫാക്ചറിങ് സമയത്ത് ഉണ്ടാകുന്ന അതർ എക്സ്പെൻസസുകളെല്ലാം നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്? ഓവർ ഹെഡായിട്ട് കണക്കാക്കുന്നുണ്ട്. നെക്സ്റ്റ് 3, മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ഈസ് ദ transformation of raw materials into finished or semi-finished goods. Some firms have to manufacture their goods before selling them to the general public. Example, Coca-Cola, Nestle, etc. When some merely sales product which are acquired in finished form. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ അതായത് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ട്രാൻസ്ഫോർമേഷനാണ്. റോ മെറ്റീരിയൽസിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ചില ഫേംസ് എന്ത് ചെയ്യും? ജനറൽ പബ്ലിക്കിന് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, അതായത് കൊക്കക്കോള, നെക്സ്ലെ എന്നൊക്കെ പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ചിലതുണ്ട്, നമ്മൾ ചില ഫേംസ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് തന്നെ ആയിരിക്കും ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി കൊടുക്കുന്നത്. പിന്നെ നമുക്കത് കൊണ്ടുവന്ന് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് എങ്ങനെയാണ്? ട്രാൻസ്ഫറിങ് ഫ്രം റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ്. അവിടെ എന്താണ്? സം ഫേംസ് ഹാവ് മാനുഫാക്ചർ ദെയർ ഗുഡ്സ് ബിഫോർ സെല്ലിങ് ദം ടു ജനറൽ പബ്ലിക്. അപ്പം അങ്ങനെയും നമുക്ക് സെമി ഫിനിഷ്ഡും നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ പബ്ലിക്കിനെ സെല്ല് ചെയ്യാം. നെക്സ്റ്റ് 4, എ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ വിച്ച് അക്വയർ റോ മെറ്റീരിയൽസ് എൻഗേജ് ലേബേഴ്സ് ആൻഡ് അതർ ഇൻപുട്ട് നെസസറി ടു ചേഞ്ച് ദ റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമ്മുടെ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? വിൽ അക്വയർ റോ മെറ്റീരിയൽ വേണം, ലേബർ വേണം, പിന്നെ എന്താ അതർ ഇൻപുട്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ. അപ്പം അത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് 5,
the main aim of preparing the manufacturing account is to ascertain the cost of goods manufactured during the financial year. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് ഒരു ഫേം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? അവർക്കുണ്ടാവുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ആറാമത്തേത്, ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ബാക്കി ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്തെന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. 7, ദ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് ഡ്രോൺ അപ്പ് ടു ഇൻ അഡീഷൻ ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഷോൺ ദ കാൽക്കുലേഷൻ ഓഫ് ഫാക്ടറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ അഡിഷൻ എന്തിൻ്റെ അഡിഷനായിട്ടാണ് കാണിക്കുന്നത്? എന്തിൻ്റെ കൂടെ ഉള്ളതാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കൂടെ ഉള്ളൊരു പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട് കാണിക്കുന്നത്. ഇത് കാൽക്കുലേറ്റിംഗ് ദ ഫാക്ടറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറിയിലുണ്ടാവുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. 8, ദ ഫാക്ടറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ക്യാരി ഫോർവേഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട് വേർ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ സെയിൽസ് ടു ഫൈൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഫാക്ടറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എവിടുന്നാണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ അത് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? സെയിൽസും ഗ്രോസ് പ്രോഫിറ്റുമായിട്ട്. സെയിൽസും ഏതാണ്? നമ്മുടെ ഫാക്ടറി പ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് കമ്പയർ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെയിൽസും. ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ്. ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് കമ്പയറിങ് വിത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. നെക്സ്റ്റ് 9, ദ പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പം മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട പർപ്പസാണ് താഴെ പറയുന്നത്. 1, ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. അപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനുണ്ടാവുന്ന കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ പർപ്പസ് എന്താണ്? ടു അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് എനി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പം ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പർപ്പസ് എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അസർട്ടൈൻ ചെയ്യാൻ, പിന്നെ എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുന്നതെന്ന് അറിയാൻ. 10, ഇൻ മാനുഫാക്ചറിങ് അക്കൗണ്ട് ദർ ആർ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട്സിൽ തന്നെ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് അല്ലെ 3 ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ. നമുക്കറിയാം റോ മെറ്റീരിയൽ വേണം, അതിൽ നിന്ന് നമുക്ക് എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുന്നത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പം ഏതൊക്കെയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ 3 പാർട്ട് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്? റോ മെറ്റീരിയൽസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് കോസ്റ്റ് ഇൻ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത 11, ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻറ്റു ഫോളോയിങ് ടൈപ്പ്. അപ്പം ഒരു മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റിനെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്? താഴെ പറയുന്നവയായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റ് പഠിച്ചു. തിരിഞ്ഞു പോരുത്. ടൈപ്പ് ഓഫ് കോസ്റ്റ് എന്തൊക്കെ ടൈപ്പ് കോസ്റ്റ് വരാം? റോ മെറ്റീരിയൽസ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, വർക്കിംഗ് പ്രോഗ്രസ് വരാം. പിന്നെ അതിന് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 3 എലമെൻറ്റ്സ് നമ്മൾ ആദ്യം നോക്കിയായിരുന്നു. മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്. ഇപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിലുണ്ടാവുന്ന മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണല്ലോ മാനുഫാക്ചറിങ് കോസ്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് കോസ്റ്റ്,
പിന്നെന്താണ് ഫിനാൻഷ്യൽ കോസ്റ്റ്. അപ്പം ഈ മാനുഫാക്ചറിങ് കോസ്റ്റിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഏതൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ കോസ്റ്റ്, ഫിനാൻസ് കോസ്റ്റ്. അതിലാദ്യം നമുക്ക് നോക്കാം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ഇത് ഏതിൻ്റെ പാർട്ടാണ്? ഇതെല്ലാം ഈ പറഞ്ഞ 4 മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ പാർട്ട് തന്നെയാണ് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമുക്കതിൽ ആദ്യം ഏത് നോക്കാം? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോസ്റ്റ് the material which are used directly in the manufacturing of product or goods, there are the materials that can be identified in final product. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഗുഡ്സ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ ഫൈനൽ പ്രോഡക്റ്റ്. ഒരു ഫൈനൽ പ്രോഡക്റ്റ് എടുത്തു വെക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇന്നത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മെറ്റീരിയൽ കോസ്റ്റിനെയാണ്, ഡയറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബുക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണെന്നിരിക്കെ അവിടെ നമുക്ക് ബുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പം ഇങ്ക്, പേപ്പർ, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ബുക്കിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പം ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് എ ടേബിൾ, ഡയറക്റ്റ് മെറ്റീരിയൽസ് കണ്ടെയ്നിങ് ടിമ്പർ, നീൽസ്, സ്ക്രൂ, പെയിൻസ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ടേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ ടേബിളിന് തടി ഉപയോഗിക്കുന്നുണ്ട്, അതിന് ആണികൾ, പ്രിൻസ്, പെയിൻസ് എല്ലാം അതൊക്കെ നമുക്ക് ആ ഒരു ടേബിൾ കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കാണുമ്പോൾ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ അതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഐറ്റംസിൻ്റെ കോസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. നെക്സ്റ്റ് 13 ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ്? ദ ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദ സ്പെഷ്യൽ കോസ്റ്റ് ഓഫ് കമ്പനി ഇൻകേർഡ് വെൻ മേക്കിംഗ് എ പ്രോഡക്റ്റ് ഓർ ഓഫറിങ് എ സർവീസ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പം അതിലുണ്ടാവുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എക്സ്പെൻസസ്, സ്പെഷ്യൽ കോസ്റ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സ്പെഷ്യൽ കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സർവീസ് ഓഫർ ചെയ്യുമ്പോൾ അതിൽ ആ സർവീസ് ഓഫർ ചെയ്യുന്ന ടൈമിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസ്, ഡയറക്റ്റായിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ലേബർ ടു പ്രൊഡ്യൂസ് എ ഫൈനൽ പ്രോഡക്റ്റ്. ഒരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് 14 ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് നോക്കാം. ഡയറക്റ്റ് ലേബർ ആർ വേജസ് പെയ്ഡ് ടു ദോസ് ഹൂ ആർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് പർപ്പസ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് പർപ്പസിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന വേജിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹൂ ആർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് പർപ്പസ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പം ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ലേബേഴ്സിന് കൊടുക്കുന്ന വേജസിനെയാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. Example, during the manufacturing process of a table, direct labor consists of wage paid to those workers who saw shape of joining the piece of timber into table. അപ്പോൾ ഒരു ടേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടേബിളിനെ ഷേപ്പ് ചെയ്ത് അതിൻ്റെ എല്ലാം ജോയിൻ ചെയ്ത് അതിൻ്റെ ഒരു ടേബിളാക്കി കൊണ്ടുവരുന്ന സമയം വരെ ഉണ്ടാവുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന വേജസിനെ അല്ലെങ്കിൽ ആ ഒരു വേജിനെ പറയുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന്. നെക്സ്റ്റ് 15 ഫിനാൻസ് കോസ്റ്റ്. ദീസ് ആർ എക്സ്പെൻസസ് സച്ച് എസ് ബാങ്ക് ചാർജസ്, ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് എവരി അതർ മോണിറ്ററി എക്സ്പെൻസസ്. അപ്പം പൈസാപരമായി മോണിറ്ററി എക്സ്പെൻസസിൽ അളക്കാൻ പറ്റുന്ന എല്ലാ കോസ്റ്റും നമുക്ക് എന്തിൽ പെടുത്താം? ഫിനാൻഷ്യൽ കോസ്റ്റിൽ വരുത്താം. ഉദാഹരണത്തിന് ബാങ്ക് ചാർജസ് ഉണ്ടാവാം, എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഒരു 50,000 രൂപയുടെ ഫർണിച്ചർ, ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് ഡിസ്കൗണ്ട്, ഇപ്പോൾ മാനുഫാക്ചറിങ്
കമ്പനി അത് ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന ഡിസ്കൗണ്ട് പ്രൈസ് 10% ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10% എത്രയാണ്, ആ എമൗണ്ടിനെ നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് 16, എനി അക്കൗണ്ട് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ്. അപ്പം മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണെന്ന് പറയുന്നത് നമ്മളൊരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് അക്കൗണ്ട്. ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കാൾഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. നെക്സ്റ്റ് 17, ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് കോൾഡ്. അപ്പോൾ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റുന്നതിന് ഫാക്ടറിയിലുണ്ടാകുന്ന എക്സ്പെൻസസിനെ വിളിക്കുന്ന പേരെന്താണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്നാണ്. തിരിഞ്ഞു പോരുത്. ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആ അക്കൗണ്ടിന് വിളിക്കുന്ന പേര് മാനുഫാക്ചറിങ് അക്കൗണ്ട്. എക്സ്പെൻസസ് ഉണ്ടാകുന്നുണ്ട്, റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ എക്സ്പെൻസസ് ഉണ്ടാകുന്നുണ്ട് ഫാക്ടറിയിൽ. അപ്പോൾ ആ എക്സ്പെൻസസിനെ വിളിക്കുന്ന പേരെന്താണ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നോക്കിയത് മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ് ഇതെല്ലാം. സോ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ നോക്കി, നമ്മൾ ആദ്യം തൊട്ടേ ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞു വരുന്നുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെയിൽസും കമ്പയർ ചെയ്തിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടത്. പിന്നെ എന്താ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പഠിച്ചു. മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. പിന്നെ നമ്മളെന്താ മാനുഫാക്ചറിങ് അക്കൗണ്ടുകളെ പറ്റി പഠിച്ചു. അതിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ അതിൽ വരുന്ന കോസ്റ്റുകളാണ് റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്കിംഗ് പ്രോഗ്രസ്. പിന്നെന്താണ്, ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ടാവുന്ന കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഫിനാൻസ് കോസ്റ്റ്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൽ ആ പറഞ്ഞ 4 കോസ്റ്റുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് അതിലുണ്ടാവുന്ന എക്സ്പെൻസസ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്നും, പിന്നെ ആ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നും പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ പാർട്ടിൽ. താങ്ക് യു.